അറബിക് ഫുഡ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ള ഫുഡുകളാണ് അതൊക്കെ കേരളത്തിൽ അതുപോലെ കൊണ്ടുവരുന്നതിൻ്റെ പരിണത ഫലങ്ങളാണല്ലോ. ഇപ്പം നോക്കിയാൽ വടക്കൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഫുൾ ടു ഫുള്ളാണ്. എന്നുവെച്ചാൽ കണ്ടമാനം ഇതുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ മനുഷ്യനുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ആഹാരശീലങ്ങൾ മാറ്റിയതിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതി ഏതായാലും നമുക്ക് ഉൾക്കൊള്ളാം. മറ്റു രാജ്യങ്ങളിൽ കഴിക്കേണ്ടെന്നുള്ളത് വല്ലപ്പോഴും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കുന്നതിന് വിരോധമില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അവിടുത്തെ യാത്രാനുഭവങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഒരു ഫുഡ് അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ വിരോധമില്ല. പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് പോകുന്നിടത്താണ്, അല്ലെങ്കിൽ അതേ കഴിക്കാവൂന്ന് പറയുന്നിടത്തും സ്ഥിരമായി അത് ഉപയോഗിക്കുന്നിടത്തും ശരിയല്ല എന്നുള്ള അഭിപ്രായം. അത് ഈ ഫുഡ് ബ്ലോഗേഴ്സിന് അതിന് വലിയൊരു പങ്കില്ലേ? ബിക്കോസ് സോഷ്യൽ മീഡിയയാണ് ഇതിന് ഇത്ര നശിപ്പിച്ചത് ശരിക്കും അറിയാൻ. ഈ പ്രാദേശികമായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ മലബാറാണെങ്കിൽ മലബാർ മാത്രം കിട്ടുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ കിട്ടുന്ന ചിലത് നമുക്ക് പാലയിൽ കോട്ടയത്ത് കിട്ടില്ല. ഇപ്പോൾ അത് കമ്മ്യൂണിറ്റി വെച്ച് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഫുഡ് കിട്ടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റേ ഹിന്ദുക്കളുടെ ഫുഡ് ആയിരിക്കില്ല മലബാറിലെ മുസ്ലിം വിഭാഗം ഉപയോഗിക്കുന്നത്. ഈ പ്രാദേശികമായ ഇത്തരം മാറ്റങ്ങളുണ്ടല്ലോ, ഇതിനെ തന്നെ എങ്ങനെ കാണുന്നത്? ഇത് ആവശ്യമാണോ? അത് ഫുഡ് കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതുണ്ടോ? ഫുഡ് കൾച്ചർ മാറണമെന്ന് ഞാൻ പറയുന്നില്ല. ഫുഡ് കൾച്ചർ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതൊക്കെ പറയില്ല, അതൊക്കെ ഒരു തീവ്രമായിട്ട് വളരെ പെട്ടെന്ന് ആൾക്കാർ പ്രതികരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. എന്തുകൊണ്ടിങ്ങനെ ആൾക്കാർ മാറുന്നു എന്നുള്ളത് എനിക്കൊരു അല്പം തോന്നാണ്. ഭക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വർഗീയവാദിയായി മാറുക, അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. ഉദാഹരണത്തിന് ഈ വടക്കൻ കേരളത്തിലെ കല്യാണത്തലേന്നൊക്കെ മറ്റേ പുഴുക്കാണ്. അതെ ഉണ്ട്. തെക്കൻ കേരളത്തിലെ പുഴുക്കുന്നൊരു സംവിധാനമേ ഇല്ല. വന്നിട്ടേ ഇല്ല. വടക്കൻ കേരളത്തിൽ അസ്ത്രം എന്ന് പറഞ്ഞിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് സംഭവം, അത് കുറച്ച് എരിവൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ്. അത് വടക്കൻ കേരളത്തിലുണ്ട്. ഇവിടെ നമ്മൾ പുഴുക്ക് ഇവിടെ ആകെയുള്ള കപ്പ പുഴുക്കാണ്. ഈ തെക്കൻ കേരളത്തിൽ എത്തിയ വേറെ പുഴുക്കുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. മാത്രമല്ല ഇതിന്റെ പേരുകൾ, ഇപ്പം മുളകൂഷ്യം എന്നൊരു പേര് നമുക്ക് മുളകേഷ്യം എന്നുള്ള പേര് മുളകേഷ്യം എന്നുള്ള പേര് അത് കുറച്ച് മൈൽഡായിട്ടുള്ള സാധനം മുളകേഷ്യം. എന്നാൽ അധികം എരിവില്ല, അധികം പുളിയേ ഇല്ല, എരിവില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തുള്ള കരിവേപ്പില കൂടി ചേർത്ത് ഒരു സ്വാദാണ് പ്രധാനമായിട്ട് നിൽക്കുക. അപ്പോൾ സാധാരണയ്ക്ക് ഈ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ്റെ തലേദിവസം ഈവനിങ്ങിലാണ് ആ ഫുഡ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒന്നും ഒരിടത്തും കാണുന്നില്ല. ഇപ്പോൾ ഈവനിങ് എന്തെങ്കിലും വന്നാൽ പറഞ്ഞാൽ ഏതെങ്കിലും കാറ്ററിംഗാരനെ വിളിച്ച് വൈകുന്നേരം ഫ്രൈഡ് റൈസ്, പക്ഷേ പിന്നെ ചില്ലി കബി പനീർ ബട്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കുറേ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ചുറ്റും ബാച്ചിലർ പാർട്ടി എന്നൊരു ഒറ്റ പ്രയോഗം. താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ കേരളത്തിൽ നോൺ വെജിറ്റേറിയനിസം കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നോൺ വെജിറ്റേറിയനിസം കൂടി വരുന്നതായിട്ട് തോന്നുന്നില്ല. അതായത് മുൻകാലങ്ങളിൽ വെജിറ്റേറിയൻ കഴിഞ്ഞിരുന്ന ആൾക്കാർ നോൺ വെജിറ്റേറിയനിലേക്കും, നോൺ വെജിറ്റേറിയൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വെജിറ്റേറിയനിലേക്കും മാറിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് നടന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാൻ കാരണം നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് പൂട്ടിപ്പോകുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിലൊരു പ്രശ്നം. ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസിന് അവർ ഒരിക്കലും നോൺ വെജ് ഹോട്ടലുകാർ, നല്ല ഹോട്ടൽ എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലിൽ വളരെ ചുരുക്കമായിട്ട് കിട്ടുന്നത്. ഹൈജീനിക് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ കേരളത്തിൽ നടന്ന വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൂട്ടിപ്പോകുന്നത്. നല്ല ഭക്ഷണം കൊടുത്താൽ എവിടെ പേരുന്ന ആൾ ഉറപ്പാണ്. നല്ല ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക. നോൺ വെജ് ഇഷ്ടം, കാരണം അവർ കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് കൊണ്ടുവരും. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കുറേ കൂടി നന്നായിട്ട് ചെയ്യും. കുറേ കൂടി നല്ല പാത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. സർവീസ് നിൽക്കുന്ന യൂണിഫോമിൻ്റെ തിളക്കം വരെ ആൾക്കാർ മുന്നോട്ട് ചെയ്യും. വെജിറ്റേറിയൻ അങ്ങനെ വിഭവം അവരങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരൊറ്റ വെജിറ്റേറിയൻ ഹോട്ടലിലും ഇല്ല, ചുരുക്കം ചില ഹോട്ടലുകളിൽ മാത്രമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുക, നമ്മൾ മറ്റുള്ള സ്ഥലത്തെ കാണുകയും ചെയ്യുമ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും ഇറങ്ങി പോവുള്ളൂ. നല്ല രീതിക്ക് കൊടുത്തു നോക്കും, നല്ലോണം ആൾ കയറി വരും. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മീൽസിന് ഞാൻ അവിടുന്ന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് വിടുന്ന ആൾക്കാരെ. ഒരു മാസം അവിടെ നിർത്തി മീൽസ് അടുപ്പിച്ചിട്ട് തന്നെ വിടും. അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് തന്നെ വന്ന് ചെയ്യണം. ബംഗാളികളില്ല കേട്ടോ, ബംഗാളികളെ ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ഇല്ല, നേപ്പാളീസ് മാത്രമേ ഉള്ളൂ. നേപ്പാളീസ് വരുന്നത് നല്ല കക്ഷികൾ വരുന്നുണ്ട്, ബംഗാളികൾ എടുക്കാറില്ല. അവർ നേപ്പാളീസിന് നമ്മുടെ പാചകമൊക്കെ എങ്ങനെ പഠിപ്പിക്കുക? അല്ല, അവർക്ക് നോർത്ത് ഇന്ത്യൻ നേപ്പാളീസ് വരുന്നവർക്ക് അവർക്ക് ഈ പറഞ്ഞാൽ അവർ ഭയങ്കര ബഹുമാന ഭക്ഷണത്തിനോട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാതെ വരെ
നന്നായിട്ട് അറിയാം, പഠിപ്പിക്കേണ്ട അവരത് ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. നമ്മുടെ അത് കൂടുതൽ ചൈനീസ് ഐറ്റംസ്, നമ്മുടെ ബാക്കി ദോശ ഐറ്റംസ് അതൊക്കെയാണ്. ദോശയ്ക്ക് മാത്രം തമിഴ്നാട് അത് എന്താണെന്നറിയാം, ഇപ്പോഴും ദോശ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾ ദോശ ഉണ്ടാക്കിയ ഭയങ്കര ക്രിസ്പിനെസ്സാണ്. മറ്റൊരാളും വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ ചട്നി നല്ല രസമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് മാത്രം സെലക്ട് ചെയ്ത ആളെ നിർത്തിയിട്ടുണ്ട്. സദ്യം എപ്പോഴും മലയാളി തന്നെയാണോ? സദ്യമാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്ന മലയാളികൾ തന്നെയാണ് ഫ്രിഡ്ജിൽ. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 2 ദിവസം എന്താ 3-ാം ദിവസം എങ്ങോട്ടെങ്കിലും പോകും, പിന്നെ ആളെ കണ്ടുപിടിക്കാൻ നിൽക്കണം. ശരി, പിന്നെ പൊളിറ്റിക്സ് ഓവർ ഫുഡ് പലയിടത്തും ഇപ്പോൾ കേരളത്തിൽ അത് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർത്ത് കേരളയിലല്ല, ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ചിലർ പറയും ലൈക്ക് പിന്നെ വെജിറ്റേറിയൻ ഇസ് ഗുഡ്, സം പീപ്പിൾ സേ നോൺ വെജ് ഇസ് ഗുഡ്, ഈവൻ വിതിൻ നോൺ വെജ് ദർ ഇസ് പൊളിറ്റിക്സ്. അപ്പോൾ അതിന് പറയാമെങ്കിൽ ശരിക്കും എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ 7 ഇരട്ടിയാണ് മനുഷ്യൻ്റെ നീളത്തിൻ്റെ 7 ഇരട്ടിയാണ് മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അറിയാലോ. അപ്പോൾ നമ്മൾ നോൺ വെജ് ഭക്ഷണം കഴിച്ചാൽ ഇത് എത്രമാത്രം സമയം എടുത്തിട്ടായിരിക്കും ഇത് ഡൈജസ്റ്റീവ് പുറത്തു പോകും. ആ സമയത്ത് ഈ പക്ക നോൺ വെജ് ആയിട്ടുള്ള സിംഹം, പുലി തുടങ്ങിയിട്ടുള്ള മറ്റ് മൃഗങ്ങളുടെ അടുത്ത് നോക്ക്, അതിൻ്റെ ആ ശരീരത്തിന് എത്ര നീളമുണ്ടോ അതോടുകൂടി അതും കഴിഞ്ഞ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ വെച്ച് അവസാനിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വെളിയിൽ പോകുന്നതാണ്. അതുകൊണ്ട് അതിന് ഇൻഫാക്റ്റ് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത്തരം മൃഗങ്ങൾക്കൊന്നും. മനുഷ്യ ശരീരത്തിന് പക്ഷേ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു എന്താണ് പറയുക, നോൺ വെജും വെജിറ്റേറിയനും രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ മനുഷ്യൻ്റെ ജന്മം പോലെ തന്നെ അവരങ്ങനെ പല ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യർ നിർമ്മിക്കപ്പെട്ടത് വെജിറ്റേറിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ പറയാൻ പാടില്ല, ആൾക്കാർ യൂസ്ഡ് ആയിട്ടുണ്ട് ഉള്ള കാരണം നോൺ വെജുമായിട്ട് യൂസ്ഡ് ആയപ്പോൾ നമ്മളിന്ന് അങ്ങനെയല്ല പറയുന്നത്. ഇഷ്ടമുള്ള നമ്മുടെ പുരാണങ്ങളിലൊക്കെ ബ്രാഹ്മിൻസും ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡ്യൂറിംഗ് വേദിക് ഏജ് 1 ബ്രാഹ്മിൻ യൂസ്ഡ് ടു പോളിഷ് ഓഫ്. കഴിക്കുന്നുണ്ട് ബ്രാഹ്മിൻസ്, എസ്പെഷ്യലി ബംഗാളി ബ്രാഹ്മിൻസ് നോക്കിക്കോളൂ. ബംഗാളി ബ്രാഹ്മിൻസൊക്കെ അല്ല ഫിഷ് കഴിക്കാത്ത ഒരാൾ പോലില്ല. മഹാരാഷ്ട്ര ബ്രാഹ്മിൻസ് നോക്കിക്കോളൂ, ഫിഷ് കഴിക്കാത്ത ഒരാൾ പോലില്ല. അവരൊക്കെ ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം പിന്നെ അവർ കഴിക്കുന്നില്ല എന്ന് പറയുന്നില്ല. കേരളത്തിൽ വേറൊരു സിസ്റ്റമാണ്. ഹെൽത്തി ആയിട്ട് ഇപ്പോൾ പലരും പിന്നെ പണ്ട് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന പലരും വെജിറ്റേറിയനിലേക്ക് മാറുന്നുണ്ട്. ഒരു ഫാമിലിയിൽ തന്നെ പകുതി വെജിറ്റേറിയനും പകുതി നോൺ വെജും ഉണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ട് സാർ എന്തായിരിക്കും പറയുക, വെജിറ്റേറിയനിസം ആണോ നോൺ വെജിറ്റേറിയനിസം ആണോ? അല്ല, നോൺ വെജിറ്റേറിയനിസം ഹെൽത്ത് വൈസ് അല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. ഹെൽത്ത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കായിക മഴയ്ക്ക് ഇതിന് കൊടുക്കണമെന്ന് ചോദിക്കുമല്ലോ. കായിക മഴയ്ക്ക് നമ്മൾ നോൺ വെജ് കൊടുക്കുന്നുണ്ടല്ലോ. അത് ഹെൽത്തിൻ്റെ ഒരു പരിധി വരെ ഇതിനേക്കാൾ കൂടുതൽ വളരെ പെട്ടെന്ന് നമുക്കത് ബൂസ്റ്റ് ചെയ്യുന്നു. ഇല്ല, നമ്മൾ സ്റ്റാമിനകളൊക്കെ ബൂസ്റ്റ് ചെയ്യും നോൺ വെജ് കഴിക്കും. വെജിറ്റേറിയൻ കഴിച്ചാൽ അങ്ങനെ വരില്ല. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ശക്തിയില്ലെന്ന് പറയാൻ പറ്റില്ല. ആനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട്. വെജിറ്റേറിയൻ മാത്രമല്ല കഴിക്കുക. എന്തെങ്കിലും ആന നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ശക്തിയും വെജിറ്റേറിയനായിട്ട് ഭക്ഷണശീലമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മറ്റേ കുറേ കൂടി ഈസി ആയിട്ട് ബൂസ്റ്റ് ചെയ്യും. മറ്റേ സ്ലോ ആണ്, വെജിറ്റേറിയൻ സ്ലോ ആണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നതിന് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നവരുണ്ടാവും, ധാരാളം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും. പൊറോട്ടയും ബീഫും കഴിച്ചു. എന്താ ആനകൾ നോൺ വെജ് കഴിച്ചു തുടങ്ങിയത് എനിക്കറിയില്ല. എൻ്റെ വലിയൊരു അനുഭവമുണ്ട്. എന്താണ്, വയനാട്ടിൽ പോയിട്ട് ഒരു ഓടിച്ചോടിച്ച് പോയി കല്യാണത്തിൻ്റെ ഒരു പരിപാടിക്ക് നിന്നാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വെജിറ്റേറിയനാണ് നമ്മൾ സദ്യ. അപ്പോൾ രാവിലെ ഇഷ്ടംപോലെ കുരങ്ങന്മാരിങ്ങനെ പാഞ്ഞ് നടക്കുക, ചുറ്റും നോക്കി കിടക്കുക, ജല്ലിൻ്റെ അടിച്ചിട്ട് ഒണിഞ്ഞ് നോക്കുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ രാവിലെ മിച്ചം വന്ന ഫുഡ് പഴമൊക്കെ വെച്ചപ്പോൾ ഒറ്റ കുരങ്ങനും പഴമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാച്ചിലോട് വെച്ചത് എന്താ ഇത്, ഈ കുരങ്ങന്മാർ അതൊരു പ്രശ്നമുണ്ട് തരുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് നോൺ വെജ് മാത്രം വയ്ക്കുന്നവർ ഓടിച്ചോട്ടെ. ഇവന്മാർ അത് നിന്ന് ശീലിച്ചു. ഇവന്മാർക്ക് അത് മതി. ഇപ്പോൾ വെജിറ്റേറിയൻ കൊടുത്താൽ അവർക്ക് വേണ്ട. ശരിക്കും കാരണം വെച്ചിട്ട് അപ്പോൾ അവർ സാഹചര്യങ്ങളാണ് മനുഷ്യരെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആക്കണം. മനുഷ്യരെന്നല്ല, മൃഗങ്ങളെപ്പോലും അങ്ങനെ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ല, അപ്പോൾ അവിടെയും ഈ ഒരു പ്രോബ്ലം അല്ലേ സാർ? ലൈക്ക് കേരളത്തിൻ്റെ ഒരു ഒറിജിനൽ ക്യുലീനറി ഒരു കൾച്ചറിൽ ഈ മൈദ പൊറോട്ട അത് വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട്, അതിന് മുമ്പ് ഈ മില്ലറ്റ്സിന്റെ യൂസ്, ഈ ചാമ, ചോളം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഈ ഹെൽത്ത് ബേസ്ഡ് എന്നുള്ള ആസ്പെക്റ്റിലും കൂടെ ചോദിച്ചത്. ഹെൽത്ത് ബേസ്ഡ് അതിനൊക്കെ കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അത്രമാത്രം വിവരമില്ല. കാരണം ഞാൻ മില്ലറ്റ്സിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മില്ലറ്റ്സ് പണ്ട് പൊടിയരിക്കഞ്ഞി, അങ്ങനെ പണ്ട് പൊടിയരിക്കഞ്ഞി, ജാമക്കഞ്ഞിയൊക്കെ വയ്ക്കാറുണ്ട് വീട്ടിലും. പണ്ടൊക്കെ വയ്ക്കാറുണ്ട്.
ഈ ചില സമയങ്ങളിലൊക്കെ ശനിയാഴ്ച ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ അന്ന് വൈകുന്നേരം ചാമയാണ്, അരി വയ്ക്കാൻ പാടില്ലല്ലോ. ചാമയൊക്കെ ഒന്ന് വെച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കിട്ടാനല്ലോ. പക്ഷേ നമ്മൾ ഈ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ഒരുപാട് സാമ്യം ഉണ്ടെന്നൊരു തിയറി ഉണ്ട്. അത് വെറുതെ പറയുന്നത്. അത് വെറുതെ അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ പക്ക വെജിറ്റേറിയൻ അതൊരു ക്രൂവറിന് ഈ ലോകത്തുണ്ടായിരുന്നു. ഒരുപാട് എരിവും ഉപ്പൊക്കെ കൂടുന്നവർക്ക് ദേഷ്യം കൂടും, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ നമ്മുടെ എരിവ് ഉപ്പും കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വന്നുള്ളത്. എനിക്ക് സ്വാഭാവികമായിട്ടും നല്ലോണം എരിവ് വേണ്ട ആളാണ്, ഒരുവിധം ഉപ്പും വേണം. പക്ഷേ എനിക്ക് ദേഷ്യം എന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളരെ കൂളായിട്ട് ഫേസ് ചെയ്യുന്ന ആളാണ്. വിഷമം തോന്നാറുണ്ട്, ദേഷ്യം വന്നിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ആ രീതിക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കഴിക്കുന്ന ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവസ്ഥയകത്ത് അത് മുൻപും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവം. കാരണം ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഫ്രെയിം ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾ ഒരിക്കലും പുലിയോ അല്ലെങ്കിൽ സിംഹമോ ഒന്നും ആയി മാറുന്നില്ല. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്ക് ഒരിക്കലും പാവങ്ങളായിട്ട് നിൽക്കാറുമില്ല. അപ്പോൾ അതൊക്കെ ഒരു എന്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. പക്ഷേ ആ കാരണം കൊണ്ടല്ലേ നമ്മൾ ഈ താമസിക ആഹാരങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ വെളുത്തുള്ളി കഴിക്കാതിരിക്കുക. അല്ലല്ല, അതിൻ്റെ പ്രധാന പ്രശ്നം പറയാം. വെളുത്തുള്ളിയും ഉള്ളിയും മുൻകാലങ്ങളിൽ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രധാന വളം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അമേദ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾ മാറ്റി വെച്ചു. അതായതുകൊണ്ട് ഇപ്പം നമുക്ക് കഴിക്കാൻ പ്രശ്നമില്ല. ഇപ്പോൾ ഇതില്ലല്ലോ, ഇപ്പം നല്ല വളമല്ലേ ഇടുന്നത്, ഇപ്പം നമുക്ക് കഴിക്കാമല്ലോ. പണ്ട് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് മാറ്റി വെച്ചത്.